ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ പച്ചക്കറിക്ക് വെച്ചിട്ടല്ലേ തോരൻ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോണേ വെച്ചാൽ ഇതാ എൻ്റെ കയ്യിൽ കാടുണ്ട് കേട്ടോ. കാട വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കണേ. നല്ലൊരു കാടത്തോരൻ. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ പാൻ ഇതാ നല്ലോണം ചൂടായിട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ തോരൻ ഉണ്ടാക്കണ ആദ്യപടിയായിട്ട് നമ്മളിതാ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് ഇതാ പൊട്ടി കഴിഞ്ഞു. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് വറ്റൽമുളക് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ടെടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക, ചതച്ചതാണേ. ഒരു പച്ചമുളക് ഞാൻ ചീന്തിട്ടിട്ടുണ്ടേ. ഏകദേശം ഈ ഉള്ളികളൊക്കെ ഒന്ന് വാടിയില്ലേ, ഈ നമുക്ക് ഇതിക്ക് വെല്ലുള്ളി ചേർക്കണം. ഞാൻ കുറച്ച് വെല്ലുള്ളി അരിഞ്ഞിട്ടുണ്ട്, ഇതിന് കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടണ്ടേ, അപ്പോൾ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലിട്ട ഉള്ളികളും മുളകും ഒക്കെ ഇതാ വാടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഇതിൽ ചേർക്കേണ്ടത് അറിയോ? പൊടികൾ ചേർക്കണം. അപ്പോൾ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, 1 സ്പൂൺ മുളക് പൊടി ചേർത്തു, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തു. ഇത് പെരുംജീരകം പൊടിച്ചതാണ്, അത് കുറച്ച് ചേർത്തു. ഇത് നല്ല ജീരകം പൊടിച്ചതാട്ടോ, അതും കുറച്ച് ചേർത്തു. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഈ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഈ ഒരു എണ്ണയിലിട്ട് ഇങ്ങനെ മൂപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ ഇളക്കിയ സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണ കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇതാ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മളെ കാടതാ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ഈ മസാല എന്നിട്ട് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ 5 കാടയാണ് കേട്ടോ വാങ്ങിയത്. 5 കാട വാങ്ങിയിട്ട് തന്നെ ഇത്തിരി ഉള്ളൂ, കാണാൻ മാത്രം ഇല്ല. നമ്മളൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുറച്ച് മതി. ഇതിൽ വെള്ളം ഉണ്ടാവും, എന്നാലും ഇത്തിരി വെള്ളം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഞാൻ ഉള്ളി വാട്ടിയപ്പോൾ ഉപ്പ് ചേർത്തേന്നു, എന്നാലും കുറച്ചും കൂടി ഉപ്പൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ വിചാരിച്ച പോലെ തന്നെ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ടു. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. നല്ല രസത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ. ഒന്നും കൂടെ ഇളക്കുക. ഇപ്പോൾ വെന്തിട്ടില്ല കേട്ടോ, വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം കൂടി അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ കാടത്തോരനിൽ ചേർക്കാനുള്ള തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാണ്ടായി, ഞാൻ കാണിച്ചു തരാം. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല കേട്ടോ, അപ്പോൾ ഇത്തിരി ചേർത്തു. ഇനി 1 സ്പൂണ് ചിക്കൻ മസാല. ഇതൊന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി ചേർക്കതിൽ. അപ്പോൾ നമ്മളെ കാട എന്തായി നോക്കണ്ടേ? വെന്തിട്ടുണ്ടല്ലോ. എന്താ വെള്ളമൊക്കെ നല്ല രീതിക്ക് വറ്റി വന്ന് ഞാൻ വിചാരിച്ച ആ ഒരു പരുവം തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളിതിൽ തേങ്ങ ചേർക്കാൻ പോണേ. അപ്പോൾ ഈ തേങ്ങേൻ്റെ മിക്സ് ഇതിലിങ്ങനെ ചേർക്കട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതൊന്ന് ഡ്രൈ ആയി എടുക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാണ്ട്. ഓൾറെഡി ഡ്രൈ ആണ്, എന്നാലും ആ തേങ്ങയും മുക്കതിക്ക് നല്ലോണം കുറച്ച് സമയം കിടന്നിങ്ങോട്ട് ചേർന്നെടുക്കണം. ഇപ്പോൾ കുറച്ച് സമയമായിട്ടോ. അപ്പോൾ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് നമ്മളെ സംഭവം എന്തായാലും. അപ്പോൾ ഇനി ഇതിലേക്ക് എന്താ ചേർക്കേണ്ടത് വെച്ചാൽ ഇത്തിരി കുരുമുളക് പൊടി ഇതിലിങ്ങനെ ചേർത്ത് കൊടുക്കാണ്ട് ലാസ്റ്റ്. അതും കൂടി ഉണ്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉണ്ട് ഇളക്കി മിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ കാടത്തോരൻ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനായിട്ട് നമ്മളിത് ആ ഒരു പാത്രത്തേക്കാണ് മാറ്റിയിട്ടത്.
മനു കാടത്തോരൻ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കല്ലേ ഈ? എന്നാലും ഇത് തുറക്കട്ടെ ഞാന്. അടിപൊളി. ഞാൻ കുറച്ച് ഉള്ളി അവിടെ ബാക്കി വെച്ചിരുന്നു. അത് ബാക്കിയായപ്പോ അവിടെ ബാക്കി വെച്ചാണ്. എന്നാലും അപ്പൊ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് വിതറി കൊടുക്കാം നമുക്ക്. അടിപൊളിയാവും. ഞാന് ഒരു സത്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് കാട കഴിക്കണേ. ഇതുവരെ കാടയും കഴിച്ചില്ല. എന്റെ ദൈവമേ. ആയിക്കോട്ടെ, ഞാനും എപ്പോഴൊന്നും കഴിക്കലില്ല. നമ്മള് സ്ഥിരമായിട്ട് ചിക്കനൊക്കെ കഴിക്കാം. പക്ഷെ കാട ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാ കഴിക്കണെന്നാ, ഇതുവരെ കഴിച്ചില്ല. പക്ഷെ ഞാൻ കഴിച്ചതൊക്കെ കാട ഫ്രൈ ആണ് കഴിച്ചത്. തോരൻ ഇതുവരെ തോരൻ ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ കാട ഫ്രൈ കേൾക്കലുണ്ട്, പക്ഷെ ആദ്യമായിട്ടാ കാട അതേപോലെ തോരൻ വെക്കണ ആദ്യമായിട്ട് കഴിക്കണേ. പിന്നെ നമ്മളെ വീഡിയോയില് നമ്മള് ഇതുവരെ ചെയ്യാത്തൊരു ഐറ്റം കൂടിയാണ്. നമ്മള് വേറെന്തൊക്കെ നമ്മള് ഇതിന്ന് താറാവ്, ആടൊക്കെ ഞങ്ങള് ഒരുപാട് മുന്നേ ചെയ്ത വീഡിയോകളാട്ടോ. അത് ചിലപ്പോ ഇപ്പത്തെ പുതിയ ആടുകൊണ്ടൊക്കെ ഷവർമ്മ അടിപൊളി ടേസ്റ്റ്. അതെ, അതൊക്കെ കാണണം കേട്ടോ നിങ്ങള്. ആട് ഷവർമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തങ്കപ്പൻ താറാവ്. അതൊക്കെ നമ്മളെ തുടക്കത്തിലുള്ള വീഡിയോ ആണ്. അതൊക്കെ ഇപ്പൊ കാണുമ്പോ ചിരി വരും. അന്ന് ഫോണിലൊക്കെ എടുക്കണ ആ ഒരു സമയത്ത് ചെയ്ത വീഡിയോ ആണ് അതൊക്കെ. നമ്മള് വർത്താനം പറഞ്ഞ് സമയം കളയണ്ട, കഴിക്കാം. ലെഗ് പീസ് എടുത്തോളൂ. ലെഗ് പീസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയ പീസാണ്. അതെ, ഇവിടുന്ന് തുടങ്ങണം. ഇതിൽ എവിടെയാണ് ഇതില് ഇറച്ചിയുള്ളത്? നല്ല സോഫ്റ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കോഴി കടിച്ചു വലിക്കുന്ന പോലെ അതിന് മാത്രം ലഗ്ഗുമെന്ന് അങ്ങനെ അത്രയും കൂടുതൽ ഇറച്ചി അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കാട നല്ല മരുന്നാണ്. അപ്പം ഇതിന്റെ എല്ലൊക്കെ എങ്ങനെയെങ്കിലും കടിച്ച് മുറിച്ച് തിന്നാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അതിന്റെ എല്ല് കടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതെ, അപ്പൊ ഇതേ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടോ. പിന്നെ ഈ കാടത്തോരനൊക്കെ ചിലപ്പോൾ ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ മനുവാ, ഒരാൾ ഇന്നാള് കമന്റ് ബോക്സിൽ ചോദിച്ചു, ഷൈനി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് അതിനെന്താ റിപ്ലൈ തരാത്തേന്ന്. പക്ഷെ അപ്പൊ തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. മാക്സിമം റിപ്ലൈ കൊടുക്കാറാണ് സാധാരണ. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. പിന്നെ മനു, ഇതിൽ ഈ മസാല ഉണ്ടല്ലോ, നമ്മളാ തേങ്ങയൊക്കെ ഇട്ടേ, അതൊക്കെ ഒന്ന് കൂട്ടി കഴിച്ചു നോക്ക്. നല്ല ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ നല്ലോണം ഇങ്ങനെ അതിൽ കടന്നിട്ട് മുരിഞ്ഞിട്ടേ അടിപൊളി അടിപൊളി. ഇന്ന് ചപ്പാത്തി, പത്തിരി, ചോറിന്റെ കൂടെയും പൊറാട്ടേന്റെ കൂടെ കഴിക്കാം, ഗംഭീരവും. അപ്പൊ ഇത്രയും ഒരു ടേസ്റ്റുള്ള ഈ ഒരു കാടത്തോരൻ നിങ്ങൾ മറക്കാതെ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, അവരെല്ലാവരും ഉണ്ടാക്കി കഴിക്കട്ടെ. അപ്പം നമ്മളെ ഈ ഒരു വീഡിയോ, ഈ ഒരു കാടത്തോരൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കുക. എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാതും ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. ഇട്ടുപെട്ടോ ടെസേ? അനക്ക് ഇട്ടായോ?